കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം എന്ന പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതി അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതായിരിക്കാൻ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ അകർത്യമൊക്കെ മോചിച്ച് സകല രോഗങ്ങളെയും സൗഖ്യമാക്കി ജീവനെ നാശത്തുനിന്ന് വീണ്ടെടുത്ത് ദയയും കരുണയും നമ്മെ അണിയിച്ച കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാൻ. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ യഹോവ തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ കടക്കുകയില്ല. നമുക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ അറിയുന്ന ദൈവമുണ്ട്, കാണുന്നൊരു ദൈവമുണ്ട്. ഹാഗർ മരുഭൂമിയിലായിരുന്നു, അബ്രഹാമിന് കാണാൻ കഴിയില്ല. ആ കണ്ണുനീരും ആ കരച്ചിലും. പക്ഷെ ഹാഗർ പറയുന്ന പ്രസ്താവന, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. ഏത് സാഹചര്യത്തിലൂടെ സഹോദരങ്ങളെ നമ്മൾ കടന്നു പോയാലും നമ്മെ കാണുന്ന ഒരുവനുണ്ട്, അറിയുന്ന ഒരുവനുണ്ട്, ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറയുന്ന ഒരു ശബ്ദം ഇന്ന് പകൽ കേൾക്കുകയാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ മറ്റവരും പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ അവർ പരിഹസിക്കും, ചർച്ച ചെയ്യും. പക്ഷേ നിങ്ങളുടെ വിഷയങ്ങൾ നന്നായി അറിയുകയും ശാശ്വതമായി പരിഹരിക്കുകയും ചെയ്യുന്ന ഒരുവൻ നിങ്ങളുടെ കൂടെയുണ്ടെന്നൊരു ഉറപ്പിന്ന് പ്രഭാതത്തിലുണ്ടാവണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യാമോ? എൻ്റെ വിഷയങ്ങൾ, എൻ്റെ മരുഭൂമിയുടെ വിഷയങ്ങൾ ഞാൻ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ പറയാൻ എത്ര പേർ കഴിയുന്നു? അങ്ങനെയെങ്കിൽ ഫ്രീ ആയിക്കോ. അറിയേണ്ടവൻ അറിഞ്ഞാൽ പോരെ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടവനോട് പറയൂ, അവിടുന്ന് ഭംഗിയായി തീർപ്പ് കൽപ്പിക്കും. മനുഷ്യൻ പരാജയപ്പെടുമ്പോൾ ദൈവം എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ജയിച്ചവനെ അല്ലേ നമ്മൾ ആരാധിക്കുന്നത്? മരണത്തെ, പാതാളത്തെ, സകല പിശാചിൻ്റെ ആധിപത്യങ്ങളെ ജയിച്ചവനെ അല്ലേ നമ്മൾ ഇന്ന് പലരും സേവിക്കാൻ ഇറങ്ങിയത്? എത്ര ആഴമായി ആ ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ കഴിയും. പലപ്പോഴും നമ്മൾ സംശയിക്കുന്നു, അവിശ്വസിക്കുന്നു, പിറുപിറുക്കുന്നു. കർത്താവോ വിശ്വസ്തൻ, അവൻ നമ്മളെ ഉറപ്പിക്കും, ദുഷ്ടങ്ങളിൽ നിന്ന് കാക്കും. ദൈവപ്രവൃത്തിയാൽ അവിടുന്ന് നമ്മെ നിറയ്ക്കും. ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ ജനം എല്ലാ കാലത്തും ആവർത്തിച്ച് എല്ലാ ദിവസവും പറയണം, ഞാൻ എല്ലാ കാലത്തും ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവിടുത്തെ മുൻപാകെ ഞാൻ എൻ്റെ ഹൃദയം പകരും. തയ്യാറാക്കും. ദൈവത്തിൻ്റെ കാര്യം ഇന്നും നിങ്ങൾക്ക് വേണ്ടി നീട്ടാൻ പോകുകയാണ്. നിന്റെ നിന്ദകളെ എടുത്തു മാറ്റാൻ ഒരുവനെ കഴിയുകയുള്ളൂ. ചോദ്യങ്ങളെ ഉത്തരമാക്കി മാറ്റാൻ കഴിവുള്ളവൻ നമ്മോട് കൂടെയുണ്ട്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ നമുക്ക് തയ്യാറാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട്
പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ധൈര്യത്തോടെ ആവർത്തിച്ച് പറ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ തന്നെ ജീവിക്കും. വിശ്വാസത്താൽ തന്നെ ജീവിക്കും. ഹോശേയ പ്രവചനം 6-ാം അധ്യായം 3-ാമത് വാക്യം. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്കുക. അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളതാണ്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം നാം അവിടുത്തെ മുൻപാകെ എഴുന്നേറ്റ് നടക്കും. സ്തോത്രം. എഴുന്നേൽപ്പിക്കും, അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. അതാണ് അതിന് മുമ്പിലത്തെ വാക്യം. കാരണം സൗഖ്യമാക്കുന്നവൻ മുറിവുകളെ കെട്ടും. ഏതൊക്കെ മുറിവുകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ, മറക്കാൻ പറ്റാത്ത ചില മുറിവുകൾ, ഉണങ്ങാത്ത ചില മുറിവുകൾ, ശാരീരിക മാത്രമല്ല മാനസികമായി അനുഭവിക്കുന്ന ചില മുറിവുകളെ അവിടുത്തെ അടിപ്പിണരിനാൽ പൊറിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, തലമുറകളിൽ വെളിപ്പെടുകയാണ്. നാളുകളായി ഉണങ്ങാൻ കഴിയാത്ത ചില മുറിവുകളെ അടിപ്പിണരിനാൽ ഉണക്കുന്ന ദൈവശക്തി വ്യാപരിക്കുകയാണ്. എന്നിട്ട് വായിക്കുന്ന ഭാഗം ശ്രദ്ധിക്കൂ. നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. യഹോവയെ അറിയേണ്ടതുപോലെ അറിയാൻ നമുക്കറിയാം, പക്ഷേ അറിയേണ്ടതുപോലെ അറിയാൻ കഴിയുന്നില്ല. അതല്ലേ സംഭവിക്കുന്നത്? ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ, ആശ്രയിക്കാൻ കൊള്ളാവുന്നവൻ. അബ്രാഹാമിനോട് ചോദിച്ചാൽ പറയും, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കാൻ കഴിവുള്ള വാഗ്ദത്തം ചെയ്തവൻ പൂർണ്ണമായി ശക്തനെന്ന് ഞാൻ ഉറച്ചു. അത് അറിവ് എൻ്റെ അകത്തുണ്ട് അല്ലേ? അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ നിരാശപ്പെടില്ല, ധൈര്യം ചോർന്നു പോവില്ല. ആ ദൈവത്തെ അറിയാൻ ഉത്സാഹിക്കണം. അവിടുത്തെ ശക്തി, അവിടുത്തെ വലിപ്പം, അവിടുത്തെ കമാൻഡുകളുടെ ആധികാരികത, അവിടുന്ന് പറഞ്ഞത് അതുപോലെ സംഭവിക്കും. അവിടുത്തെ കൈ നീട്ടിയാൽ തിരിച്ച് മടക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒന്ന് അറിയണം. ആര് തള്ളിയാലും ചേർത്ത് പിടിക്കുന്നവൻ, ആരും മറന്നാലും മറക്കാത്തവൻ, ആഴിയിൽ പാതയൊരുക്കുന്നവൻ, ആഴങ്ങളിൽ ഇറങ്ങി വരുന്നവൻ, മരുഭൂമിയിൽ വഴി തുറക്കുന്നവൻ, കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഇറങ്ങി വന്ന് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ, ആ കർത്താവിനെ അറിയണം. മാത്രമല്ല, കട്ടതയും മുറവിളിയും മരണവുമില്ലാത്ത ഒരു നാട് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നവൻ. പ്രത്യാശ അകത്ത് വന്നവർ അറിയേണ്ടതുപോലെ അറിയാൻ ഉത്സാഹിക്കണം എന്നാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കേണ്ടത്. യഹോവയെ അറിയാൻ നാം ഉത്സാഹം ഉണ്ടായിരിക്കണം. എൻ്റെ ദൈവം ആരാന്നും അവിടുത്തെ പ്രവൃത്തി എന്താണെന്നും വ്യക്തമായി തിരിച്ചറിയാൻ ഇന്ന് നമുക്കൊന്നിടയാവണം. അടുത്ത ശ്രദ്ധിക്കൂ. അവൻ്റെ ഉദയം പ്രഭാതം പോലെ. ആ പ്രസൻസ് വരുമ്പോൾ ഇരുള് മാറുകയാണ്. ഇരുള് കഴിഞ്ഞിട്ടാണല്ലോ പ്രഭാതം വരുന്നത്. ആ ഉദയസൂര്യൻ ഉദിച്ചാൽ മരണം മാറി അസമാധാനം മാറുകയാണ്. ഇരുട്ടിലിരുന്നവരുടെ മേൽ വലിയൊരു വെളിച്ചം ശോഭിക്കുക. പ്രഭാതം പോലെ ആ ഉദയം വരും, ആ പ്രസൻസ് വരും. ഇതൊന്നറിയണം. എൻ്റെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയാൽ അവിടെ അത്ഭുതകരമായ ഒരു വെളിച്ചം വീശും. ഇരുട്ടിൻ്റെ മണ്ഡലം ഇന്ന് പകൽ പൊട്ടി മാറും. അടുത്ത ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ. അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ. വരണ്ട് കിടക്കുന്ന അവസ്ഥ, ഒന്നും മുളയ്ക്കാൻ കഴിയുന്നില്ല, മുള പുറത്തു വരാൻ കഴിയുന്നില്ല, വിത്തുകൾ കെട്ടുപോകുന്നു. പക്ഷേ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ അവൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു.
നാളുകളായി അടുത്തിട്ടിൽ കിടന്ന പുറത്തു വരാൻ കഴിയാതെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ക്ലേശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേദനിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ ആത്മാവിൻ്റെ മഴ ഇറങ്ങി വന്നാൽ, അത് നിങ്ങളിലേക്ക് ഒഴുകിയെത്തിയാൽ, ചിലത് പുറത്തു വരുന്ന പ്രഭാതമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂതറിയിക്കുന്നു. ശ്രദ്ധിക്കണമേ, മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ. കൃഷിക്കാരൻ വിത്ത് വിതച്ചു, അത് വളർന്നു. എന്നാൽ ഒരു പിന്മഴ വരും. എന്തിനാണെന്നറിയാമോ? വിഷമഞ്ഞ അതിനകത്ത് പറ്റിയിട്ടുണ്ട്. കൊയ്യുന്നതിന് മുമ്പ് ഇത് ഫ്രഷ് ആവണം. പറ്റിപ്പിടിച്ച സകല അന്ധകാര മണ്ഡലങ്ങളും മാറിപ്പോകാൻ ഈ പിന്മഴയാൽ അത് അനുഗ്രഹമായി തീരും. അങ്ങനെ പിന്മഴ പോലെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ച അവിശ്വാസമാകട്ടെ, സംശയമാകട്ടെ, ആ കൊയ്ത്തിന് മുമ്പ്, ആ ഫലശേഖരണത്തിന് മുമ്പ് മാറ്റേണ്ടതിനെല്ലാം മാറ്റി, കഴുകേണ്ടതിനെ കഴുകി പുറത്തു കൊണ്ടുവരാൻ പിന്മഴ പോലെ എൻ്റെ കർത്താവ് ഇറങ്ങി വരാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. നിന്റെ അവസ്ഥകളെ ഇന്ന് പകൽ പുറത്തു കൊണ്ടുവരാൻ, ശക്തിയോടെ പുറത്തു കൊണ്ടുവരാൻ, ബലത്തോടെ പുറത്തു കൊണ്ടുവരാൻ, സഹോദരങ്ങളെ, പോയ അവസ്ഥയിൽ ഒരു പിന്മഴ പോലെ കർത്താവ് വരാൻ പോകുക. ഒരു മഴ പോലെ കർത്താവ് ഇറങ്ങി വരാൻ പോകുക. കട്ടകൾ ഉടയുന്ന ഒരു മഴ, വിത്ത് പുറത്തു വരുന്ന ഒരു മഴ മാത്രമല്ല, അതിനെ കിളിർപ്പിച്ച് ഫലവിത്താക്കി കൊയ്യുന്ന സമയത്തിന് മുമ്പ് ഒരു പിന്മഴ പെയ്യിപ്പിച്ച് ഫ്രഷാക്കി പുറത്തു കൊണ്ടുവരാൻ എൻ്റെ കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു. വിശ്വസിക്കുന്നവർ ഈ വചനത്തിൻ്റെ ശക്തി ഏറ്റെടുത്തു. നിങ്ങളുടെ ശരീരത്തിൽ ആത്മാവിൻ്റെ മാരി പെയ്തിറങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ബലം കൽപ്പിക്കപ്പെടുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. നിങ്ങളുടെ തലമുറകളത് വ്യാപരിക്കട്ടെ. സർവശക്തിയുള്ള ദൈവമേ, ഉന്നതനായ ദൈവമേ, അങ്ങേ അറിയേണ്ടതുപോലെ അറിയാൻ ഉത്സാഹിക്കാൻ, അങ്ങയുടെ പ്രസൻസ് മനസ്സിലാക്കാൻ, അങ്ങയുടെ വലുപ്പം മനസ്സിലാക്കാൻ, അങ്ങയുടെ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയാൻ ഞങ്ങളെ ഇടയാക്കണമേ. ആരെ വിശ്വസിച്ച് ഞങ്ങൾ അറിയുന്നു പിതാവേ. ആ കരം ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യേ ഒരു മാരി പോലെ, അനുഗ്രഹത്തിൻ്റെ മാരി പോലെ, അഭിഷേകത്തിൻ്റെ മാരിയാ ഞങ്ങളെ നനച്ച് ഫലവത്താക്കി വിളയ്ക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഒരു വലിയ വിളവായി പുറത്തു വന്നിരിക്കാൻ സ്തോത്രം. ജനം വിടുതൽ പ്രാപിച്ചിരിക്കാൻ സ്തോത്രം. സകലമഹത്വമായി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ശക്തിയോടെ, ബലത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വിടുതലിൻ്റെ ദൈവം. അറിയേണ്ടതുപോലെ കർത്താവിനെ അറിയൂ. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപ്പിച്ചു.